സ്വാദിഖ് അലി ശിഹാബ് തങ്ങളോ വിശാലമായി ചരിത്രത്തിന്റെ ഏടുകൾ നിരത്തി പ്രസംഗിക്കുന്നു. പാണക്കാട് കുടുംബത്തിന്റെ പാരമ്പര്യമത. പാണക്കാട് പൂക്കോയത്തങ്ങൾ പാപ്പ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. വിലായത്തിന്റെ അഹ്ല. മടവൂർ ശൈഖുനയുമായി ബന്ധം. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മടവൂർ ശൈഖുന അടക്കമുള്ളവരോട് വലിയ ബന്ധം. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മടവൂർ മഖാമിന്റെ പണി കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് വേണ്ടി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചപ്പോ അത് ഞാനല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്, മടവൂര് മഖാമല്ലേ, അതിന് യോഗ്യർ മഹാനരായ വടകര മമ്മദാജി തങ്ങളാണെന്ന് പറഞ്ഞുകൊടുത്ത ആ ആത്മീയതയുടെ പാരമ്പര്യം നിലനിർത്തിയ സയ്യിദ് അവറുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ഇപ്പൊ ചെറുശ്ശേരി ഉസ്താദ് പോയിരുന്നത് പോലെ ഉമർ അലി ശിഹാബ് തങ്ങളും ആ ഹലറത്തിലിരിക്കുന്നു. അവര് വരുന്നു, അവര് ആ വിഷയങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൂടി ഇന്ന് നമുക്ക് കാണാം. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഭാഷണം പാണക്കാടിന്റെ പാരമ്പര്യം നിലനിർത്തിയതാണ് എന്ന് ലോകം മനസ്സിലാക്കാൻ അതുകൂടി നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ മശായിഖുമാരുടെ സമീപത്ത് ഉലമാഉം അഹ്ലുബൈത്തും എത്തുമ്പോൾ ആ വഴിയിൽ നമ്മളും എത്തണം എന്നതിലേക്കുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. വെച്ചു കൊടുക്കും. ഒരുപാട് സമയങ്ങളിൽ അവർ സംസാരിക്കുന്നതൊക്കെയുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് കാണിക്കാം. മശായിഖന്മാർ അവർ ചെറുപ്പാണല്ലോ എന്ന്. എന്നിട്ട് തങ്ങളവറുകളുടെ ഒരു വിശാലമായ പ്രസംഗവുമുണ്ട്. ഈ മനുഷ്യ സമൂഹത്തെ നിയന്ത്രിക്കാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ സൃഷ്ടാവായ പ്രത്യേകമായ കഴിവ് നൽകിക്കൊണ്ട് ഉത്തരവാദിത്തം നൽകിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട വിഭാഗം അള്ളാഹുവിന്റെ അംബിയാ ഉലിയാക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മനുഷ്യരിൽ സൃഷ്ടികളിൽ അള്ളാഹു പ്രത്യേകം ഉത്തരവാദിത്വം നൽകിയവരാണവർ. വിശാലമായ നല്ല നല്ല വാക്കുകളാണ്. ആ പാരമ്പര്യമാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിച്ചത്. ഇതന്നെയാണ് നമുക്ക് നിങ്ങളുടെ ടോപ്പ് നേതാവും ഈ അടുത്ത് വരെ പോയിരുന്നിട്ടുണ്ട്. അവിടെ 10-40 കൊല്ലം നിങ്ങൾക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ ചെന്നിരുന്നിട്ടുണ്ട്. നല്ല നല്ല ഉപദേശങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതായാലും ഉമർ അലി ശിഹാബ് തങ്ങളെയും ചെറുശ്ശേരി ഉസ്താദിനെയും ഒക്കെ കണ്ടു. അതവരെ നിലനിർത്തി. ഇന്നും ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളും ശിഹാബ് തങ്ങളൊക്കെ അത് നിലനിർത്തുമ്പോൾ നിങ്ങൾക്കും അതിനവർ അവസരം തന്നിട്ടുണ്ട് എന്നറിയാൻ ഒന്നുകൂടി നമ്മൾ കാണിക്കുക. അന്ന് നിങ്ങളെ മുന്നിലിരുന്നപ്പോ നേരിട്ട് ചോദിച്ച വാക്കുകൾ കറാമത്ത് പറയാൻ പാടില്ലെന്ന് വാദിക്കണ്ട. അങ്ങനെ വാദിച്ചാൽ നിങ്ങളും സലഫികളും എന്താ വ്യത്യാസം? നിങ്ങളെ കറാമത്ത് പറയുന്നില്ലേ? സിറാജുൽ ഹുദന്റെ കറാമത്ത് പറയുന്നില്ലേ? മടവൂര് ശൈഖുനാന്റെ കറാമത്ത് മാത്രം പറയരുതെന്നോ? പറയണം. അത് ജനങ്ങളിറങ്ങും എന്ന് നിങ്ങളെ മുന്നിലിരുത്തി മഹാ ഹദറത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കൂടി അതിന്റെ കൂടെ നമുക്ക് ചേർത്ത് കേൾക്കാം. കുറച്ചിങ്ങനെയൊന്നായാ ശരിയാവില്ല. പറയാണെ നേരെ പറയാ. നിങ്ങൾക്ക് നേരെ പറഞ്ഞ എന്റെ സെൽഫികൾ അതുപോലെ പറയാം. എന്താ സെൽഫി കൊടുക്കട്ടില്ല വ്യത്യാസമില്ല. എന്തിനാ ഭയപ്പെടുന്നത്? ഈ സംഘടന ഉണ്ടാക്കാനും സംഘടനയുടെ മഹത്വം പറയാനും ഈ സംഭവങ്ങളൊക്കെ നിലനിർത്താനും ഒക്കെ മടവൂരിന്റെ പേര് പറയുകയും ചെയ്യുക. നേർച്ചയ്ക്കും വെക്കുക, പൈസയും വേണം, പാട്ടപ്പീരും വേണം. സ്ഥാനം പറഞ്ഞുകൂടാ, കറാമത്ത് പറഞ്ഞുകൂടാ. എന്താ ഉസ്താദിനെ പറ്റി കറാമത്ത് പറയുന്നുണ്ടല്ലോ, അതുള്ളതോ ഇല്ലാത്തതോ? വേറൊന്നിനെ പറ്റി സിറാജുൽ ഹുദനെ പറ്റി ഇവിടെ പല മഹത്വവും കറാമത്തും പറയുന്നുണ്ടല്ലോ, ഇതുള്ളതോ ഇല്ലാത്തതോ? ഇതൊക്കെ എന്തെന്ന് പറയാമെങ്കിൽ മടവൂരിനെ പറ്റിയാ പറയാൻ ആളില്ലാത്തത്. വിടൂലേ, ഒരു ഇഞ്ച് വിടൂല. ആരും മനസ്സിലാക്കണ്ട, ഇറങ്ങി തന്നെ ചെയ്യും.
നാട്ടുകാർ കണ്ട നിങ്ങള് ഒരിഞ്ചി വിടൂല. മടവൂര് ശൈഖുനാന്റെ കറാമത്ത് മാത്രം പറയാൻ പറ്റൂല. ഓല പെട്ടിപ്പിരിവ് നിങ്ങൾക്ക് വേണം, ഓല പേരിൽ പൈസ ഉണ്ടാക്കണം, നേർച്ചക്കുറ്റി വെക്കണം. നിങ്ങളെ സ്ഥാപനത്തിന്റെ കറാമത്ത് പറയുന്നുണ്ടല്ലോ, വ്യാജ കറാമത്തുകൾ, അലിയാജിന്റെ എർബിൻ പോലെ. അതേപോലെ ഉസ്താദിന്റെ നിങ്ങളത് പറയുന്നുണ്ടല്ലോ, വലിയ വലിയ സംഭവങ്ങളാക്കി ഉണ്ടാക്കിയിട്ട്. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറ്റിയ? നിങ്ങളും സലഫികളും നിങ്ങളോട് പറയേണ്ടതൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം എന്താ? നിങ്ങൾക്കത് നിലനിർത്താൻ കഴിഞ്ഞില്ല. പറയേണ്ടിയിരുന്നു നിങ്ങൾ ഇറങ്ങിയിട്ട്. ശംസുൽ ഉലമ പറഞ്ഞതുപോലെ മടവൂര് ശൈഖുനയുമായി ബന്ധം സ്ഥാപിച്ചു. വേങ്ങര കോയപ്പാപ്പ റളിയല്ലാഹു അൻഹുമായി ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധത്തെ സംബന്ധിച്ച് ചോദ്യമായി. പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായി. അന്ന് മീസാനുൽ കുബ്ര പോലെയുള്ള വലിയ വലിയ കിതാബുകൾ ഉയർത്തിപ്പിടിച്ച് മാനന്തവാടിയിലെ കെല്ലൂരിലും പനമരത്തും അതുപോലെ തന്നെ കുന്നമംഗലത്തുമൊക്കെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ശംസുൽ ഉലമയുടെ ഗർജനം വന്നു. മടവൂർ വലിയല്ലെങ്കിൽ പിന്നെ ആരടാ വലിയ? മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെയെങ്ങാലും പൂച്ചക്കുഞ്ഞിനെ പോലും അപമാനിച്ചാൽ, നിന്ദിച്ചാൽ നായ ചാകുന്നത് പോലെ ചാകുമെന്ന് ഗർജിച്ച മഹാപണ്ഡിതനാണ് ശംസുൽ ഉലമ കെ ഉസ്താദ്. പോയാ പോരാ, അത് നിലനിർത്തണം. ചോദിച്ചാൽ ആണായി മറുപടി പറയണം. ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ അസ്ഹാബുൽ വക്തുകളായ മഹാരഥന്മാർ, പരിശുദ്ധ ശരീഅത്തിന്റെ സംരക്ഷകരാണവർ, പരിശുദ്ധ ശരീഅത്തിന്റെ വാക്താക്കളാണവർ. പരിശുദ്ധ ശരീഅത്തിനെതിരിൽ ഒരു വാദം അവര് പറഞ്ഞതായി തെളിയിക്കാൻ വെല്ലുവിളിച്ചിട്ട് കാലമെത്രയായടോ? ഒരൊറ്റ ഹർഫ് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞോ?